രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ കേരളത്തിൽ ഇന്ന് കലാശക്കൊട്ടാണ്. സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആവേശത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം ഉള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ കാരപ്പറമ്പ് വാർഡിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസ് ആണ്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇന്ന് ലാസ്റ്റ് പരസ്യ പ്രചരണമാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇന്ന് കലാശക്കൊട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആരംഭം ഹനുമാൻ കോവിലിൽ വന്നിട്ട് സ്വാമിയെ തൊഴുതുകൊണ്ട് ആകാമെന്നാണ് കരുതിയിട്ടുള്ളത്. കലാശക്കൊട്ടിൽ വൈകിട്ട് വിപുലമായിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. മൂന്നാം തവണയും വിജയിച്ച് കയറി ഒരു ഹാട്രിക് അടിക്കാനുള്ള ഒരു ഇലക്ഷനിലേക്കാണ് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും കയറി പ്രചരണം നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ സമയം കൊണ്ട്? 3 തവണയോളം വീടുകളിൽ പ്രചരണം നടത്താനായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കീ വോട്ടേഴ്സായിട്ടും നിരന്തരം സമ്പർക്കത്തിൽ തന്നെയാണ്. അത് ഇലക്ഷനായിട്ട് തുടങ്ങിയതല്ല, മുൻപേ ഉണ്ടായിരുന്ന രീതിയിൽ 10 വർഷമായിട്ട് അവിടെയുള്ള ആൾ എന്നുള്ള നിലയിൽ സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് 3 പ്രാവശ്യത്തോളം വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിലെ വികസന പദ്ധതികൾ വിഷയങ്ങളൊക്കെയാണ് ചർച്ചയാവുന്നത്. പക്ഷേ ഇത്തവണ കൂടുതലും സംസ്ഥാന വ്യാപകമായിട്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വീടുകളിൽ പോകുന്ന സമയത്ത് ആ ഒരു തരത്തിലുള്ള പ്രതികരണം, ഇപ്പോൾ CPM ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, അവർക്കെതിരെയുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഇന്ന് പത്രമാധ്യമങ്ങളിൽ അത് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. വിശ്വാസവഞ്ചനയും സ്ത്രീവിരുദ്ധ പ്രവണതയും തന്നെയാണ് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുതൽക്കൂട്ടായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വികസന മുരടിപ്പ് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റു പാർട്ടികളിൽ ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ജനം തിരിച്ചറിയുന്നുണ്ട്. നമ്മളെ വാർഡിലും അതേപോലെ കേരളത്തിലും ഇപ്പം BJP അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്, ആണോ? അതെ, വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതിൻ്റെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗത BJP-ക്കാരല്ലാതെ നിഷ്പക്ഷരായിട്ടുള്ള പല ആളുകളും BJP കടന്നു വരണമെന്ന് പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും 100% വിജയപ്രതീക്ഷ. 3ാം തവണയും കൗൺസിലർ ആവും? തീർച്ചയായിട്ടും. എന്തായാലും 3ാം തവണയും കൗൺസിലർ ആകുമെന്ന ഉറച്ച വിശ്വാസം നവ്യ ഹരിദാസിനുണ്ട്. ക്യാമറാമാൻ അമജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.